പ്രിയമുള്ളവരെ, വചനജ്വാല 1130 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 4 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം. യൂറോപ്പ് തീർത്ഥാടനം സമാപനത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്ന ഇന്ന് 2 മക്കബായരുടെ പുസ്തകം 11-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവിന്റെ കൃപാകടാക്ഷമുണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായത്തോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി. ശത്രുക്കളെ മേൽ സിംഹങ്ങളെപ്പോലെ ചാടി വീണ് 11,000 കാലാൾപ്പടയാളികളെയും 1,600 കുതിരപ്പടയാളികളെയും അവർ വധിച്ചു. അവശേഷിച്ചവരെ പലായനം ചെയ്യിച്ചു. അധികം പേരും നിരായുധരും മുറിവേറ്റവരുമായിട്ടാണ് ഓടിപ്പോയത്. ലിസിയാസ് തന്നെയും അപഹാസ്യമായി പലായനം ചെയ്താണ് രക്ഷപ്പെട്ടത്. സമാധാന ഉടമ്പടി. എന്നാൽ ലിസിയാസ് ബുദ്ധിഹീനനല്ലായിരുന്നു. തനിക്ക് നേരിട്ട പരാജയത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു. സർവശക്തനായ ദൈവം ഹെബ്രായ പക്ഷത്ത് പോരാടിയതിനാലാണ് തനിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയാഞ്ഞതെന്ന് അവൻ മനസ്സിലാക്കി. തുടർന്ന് അവൻ ഹെബ്രായർക്ക് രാജാവിന്റെ മൈത്രി നേടിക്കൊടുക്കാമെന്ന് ഉറപ്പുകൊടുത്തുകൊണ്ട് നീതിപൂർവകമായ വ്യവസ്ഥകളിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാൻ ഒരു സന്ദേശമയച്ച് അവരെ പ്രേരിപ്പിച്ചു. മക്കബെയൂസ് യഹൂദർക്ക് വേണ്ടി ലിസിയാസിന് രേഖാമൂലം സമർപ്പിച്ച അഭ്യർത്ഥനകൾ ഓരോന്നും രാജാവ് അനുവദിച്ചു. ലിസിയാസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മക്കബെയൂസ് പൊതു നന്മയിലുള്ള താൽപര്യ നിമിത്തം സമ്മതിച്ചു. ലിസിയാസ് യഹൂദർക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി. യഹൂദ ജനതയ്ക്ക് ലിസിയാസിന്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ അയച്ച യോഹന്നാനും അബ്സലോമും നിങ്ങൾ ഒപ്പിട്ട കത്ത് ഞങ്ങൾ ഏൽപ്പിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. രാജാവിനെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിയിച്ചു. സാധ്യമായതെല്ലാം രാജാവ് അനുവദിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ അനുദിന വിശുദ്ധരിൽ നമുക്കേറെ സുപരിചിതനും പഞ്ചക്ഷതധാരിയും 2ാം ക്രിസ്തുവും എന്നറിയപ്പെടുന്ന ഫ്രാൻസിസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. അസിസിയിലെ പ്രമുഖ വ്യാപാരിയായിരുന്ന ഒരാളുടെ മകനാണ് വിശുദ്ധ ഫ്രാൻസിസ്. അമ്മ മകനെ പ്രസവിക്കാനായപ്പോൾ ഒരു അജ്ഞാത മനുഷ്യൻ അമ്മയോട് അടുത്തുള്ള കാലിത്തൊഴുത്തിൽ പ്രസവിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ക്രിസ്തുവിനെ പോലെ കാലിത്തൊഴുത്തിൽ ജനിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഫ്രാൻസിസ് ഫ്രഞ്ചും ലത്തീനും കൈവശമാക്കി. പിതാവ് ദാനധർമ്മം നിരുത്സാഹപ്പെടുത്തിയെങ്കിലും പിതാവിന്റെ കടയിൽ ഒരു കുഷ്ഠരോഗിയെ സഹായിച്ചതിനെ ആദ്യം അദ്ദേഹം നിഷേധിക്കുകയും പിന്നീട് ഒരു പിടി പണം കൊടുക്കുകയും കൈപിടിച്ച് ആശ്ലേഷിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനെ പോലെയാണ് അന്ന് തോന്നിയത്. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ദൈവത്തിന്റെ ഒരു സ്വരം കേട്ട് വീട്ടിലേക്ക് മടങ്ങി പുതിയ ജീവിതം ആരംഭിച്ചു. വിശുദ്ധ പീറ്റർ ഡാമിയന്റെ ദേവാലയം കേടുവന്നു കിടക്കുന്നതും അത് താൻ താങ്ങി നിൽക്കുന്നതും സ്വപ്നം കണ്ടു. ഉടനെ വീട്ടിൽ നിന്നും പണം എടുത്ത് അതിന്റെ കേടുപോക്കി. പിതാവ് കോപിഷ്ഠനായി വീട്ടിൽ നിന്നും അടിച്ചു പൂട്ടി. മെത്രാനച്ചനോട് പരാതിപ്പെട്ടു. ഫ്രാൻസിസ് അരമനയിൽ ചെന്ന് വിലപിടിച്ച
തന്റെ വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് കുടുംബ ഓഹരിയും വേണ്ട എന്ന് വെച്ച് ഒരു രോമവസ്ത്രം മാത്രം ധരിച്ച് തെരുവിലേക്കിറങ്ങി. എന്റെ ദൈവമേ, എന്റെ സർവസ്വമേ എന്ന് ജീവിത തത്വമാക്കി തെരുവിലിറങ്ങിയ ഫ്രാൻസിസിന് ശിഷ്യന്മാർ ധാരാളമുണ്ടായി. അങ്ങനെയാണ് ഫ്രാൻസിസ്കൻ സഭ ആരംഭിച്ചത്. 6 പട്ടം വരെ സ്വീകരിച്ചുവെങ്കിലും വിനയം മൂലം പൗരോഹിത്യം സ്വീകരിച്ചില്ല. എന്നെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ എന്ന പ്രാർത്ഥനയും സൂര്യകീർത്തനം എന്ന കൃതിയും അനേകരെ സ്പർശിച്ചിട്ടുള്ളതാണ്. 45-ാം വയസ്സിൽ എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മൂർത്തീകരണമായ ഫ്രാൻസിസ് നഗ്നമായി തറയിൽ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. മരിക്കുന്നതിന് 2 വർഷം മുമ്പാണ് ക്രിസ്തു തന്റെ പഞ്ചക്ഷതങ്ങൾ അദ്ദേഹത്തിൽ പതിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു.